വെൽക്കം ബാക്ക് ടു എൻചാൻഡഡ് ലേണിംഗ്. എൻചാൻഡഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഒത്തിരി ദിവസങ്ങളായി കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം ക്ലാസ് ഇടാൻ സാധിച്ചില്ല. അപ്പൊ നമ്മൾ ഇനി വേഗം എല്ലാ ക്ലാസ്സുകളും എടുത്തു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളും എന്നോടൊപ്പം തന്നെ സഹകരിച്ച് പഠിച്ചു പോവുക. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടോ? എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കെമിസ്ട്രി ആണ് അല്ലെ? 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും നോക്കിയേ. അപ്പൊ നോക്കി മക്കളെ, നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചു അല്ലെ? ആറ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണ് ഈ പാഠത്തിൽ. അത് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് മോളിക്യൂൾ എന്താണെന്ന് പഠിച്ചു അല്ലെ? മോളിക്യൂൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് മോളിക്യൂൾ? ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെ? സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ കണികയാണ്, പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക. ആ കണികയുടെ പ്രത്യേകത എന്താണ്? ആ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ്. അതാണ് എന്ത് പറയുന്നത്? മോളിക്യൂൾ അല്ലെ? അപ്പൊ മോളിക്യൂൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ദോസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് ഫ്രീ എക്സിസ്റ്റൻസ് അല്ലെ? അതാണ് നമ്മൾ മോളിക്യൂളെ കുറിച്ച് മനസ്സിലാക്കിയത്. പിന്നെ എന്ത് പഠിച്ചു? നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന ധാരാളം ആറ്റങ്ങൾ ചേർന്നത് അല്ലെ? ആറ്റം കണ്ടെയ്ൻസ് ആറ്റംസ് കൺസിസ്റ്റ് ഓഫ്. അതിനുശേഷം പഠിച്ചു ആറ്റം കൺസിസ്റ്റ് ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന അനേകം സബ് അറ്റോമിക് കണങ്ങൾ ചേർന്ന് മനസ്സിലാക്കി അല്ലെ? ഇനി എന്താണ് മനസ്സിലാക്കിയത്? വിച്ച് ആർ ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ആറ്റം? ആറ്റത്തിലെ സബ് അറ്റോമിക് കണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയപ്പെട്ടത്? ഏതൊക്കെയാ പറഞ്ഞേ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അതൊക്കെയാണ് സബ് അറ്റോമിക് കണങ്ങൾ അല്ലെ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഡിസ്കവറി ഓഫ് എന്താണ്? ഇലക്ട്രോൺ അല്ലെ? ഇലക്ട്രോണിന്റെ ഡിസ്കവറിക്കുന്ന ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ? ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത ആരാണ്? ഇലക്ട്രോൺ അല്ലെ? കാഥോഡ് റേസ് ഡിസ്കവറിക്ക് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത ആരാണ്? വില്യം ക്രൂക്സ് ആണ് അല്ലെ? വില്യം ക്രൂക്സ്. ഓർത്തെടുക്കുന്നുണ്ടോ? വില്യം ക്രൂക്സ് അല്ലെ? ഇനി കാഥോഡ് റേസ് കണ്ടുപിടിച്ചു ആരാണ്? കാഥോഡ് റേസ് അല്ലെങ്കിൽ ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജെ തോംസൺ അല്ലെ? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് മനസ്സിലാക്കി. പിന്നെ എന്ത് മനസ്സിലാക്കി? നമ്മൾ ഡിസ്ചാർജ് ഓഫ് എക്സ്പെരിമെന്റ് മനസ്സിലാക്കിയത് എന്താണ്? അവിടെ എന്ത് യൂസ് ചെയ്തു? എന്താണ്? പെർഫറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡാണ് ഉപയോഗിച്ചത് അല്ലെ? കാഥോഡ് റേസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് എന്താ യൂസ് ചെയ്തത്? പെർഫറേറ്റഡ് ആനോഡ് അല്ലെ? പെർഫറേറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് അല്ലെങ്കിൽ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ആണ് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിന്റെ ഡിസ്കവറിക്ക് ഒരു കാഥോഡ് ഡിസ്കവറിക്ക് നമ്മൾ കണ്ടെത്തിയത്. ഇനി നമ്മൾ മനസ്സിലാക്കി എന്താ കാഥോഡ് റേസിന്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കാഥോഡ് റേസ് മനസ്സിലാക്കി. ഏതൊക്കെയാ മക്കളെ? എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പഠിച്ചു അല്ലെ? ഇനി കാഥോഡ് റേസിന് ഇറ്റ് ഹാവ് മാസ് എന്ന് പഠിച്ചു അല്ലെ? കാഥോഡ് റേസ് ഹാവ് മാസ്. പിന്നെ പഠിച്ചെന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി അല്ലെ? പിന്നെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് is applied on both sides of the cathode rays, what happens? എന്ത് സംഭവിക്കും? they are found to be attracted toward the positive side അല്ലെ? കാഥോഡ് റേസ് എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന കാണിക്കുന്നു? പോസിറ്റീവ് സൈഡിലേക്ക്. ഇലക്ട്രിസിറ്റി കാഥോഡ് റേസിന് രണ്ട് വശങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ കാഥോഡ് റേസ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന കാണിക്കുന്നു? പോസിറ്റീവ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നിട്ട് കാണുന്നു. അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് മനസ്സിലാക്കി അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മൾ ഇലക്ട്രിക് ചാർജ് ടു മാസ് ഓഫ് ഇലക്ട്രോൺ E/m റേഷ്യോ കണ്ടെത്തി ആരാണ്? ജെ തോംസൺ മനസ്സിലാക്കി അല്ലെ? റേഷ്യോ ഇലക്ട്രിക് ചാർജ് ടു മാസ് ഓഫ് ഇലക്ട്രോൺ വാസ് ഡിറ്റർമിൻഡ് ബൈ ജെ തോംസൺ. അത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? പിന്നെ എന്ത് പഠിച്ചു? പ്രോട്ടോൺ ഡിസ്കവറി കണ്ടെത്തി അല്ലെ? പ്രോട്ടോണിന് എന്ത് എക്സ്പെരിമെന്റ് യൂസ് ചെയ്തത്? ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് തന്നെയാണ് പ്രോട്ടോൺ കണ്ടെത്തുന്നതിന് യൂസ് ചെയ്തത്. അതാണ് ആ ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ ആണ് അല്ലെ? ഗോൾഡ്സ്റ്റീൻ. അവിടെ എന്താ എടുത്തത്? നമ്മള് പെർഫറേറ്റഡ് ആനോഡ് റേസ് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് എന്തിനാണ്? കാഥോഡ് റേസ് ഡിസ്കവറിക്കാണ് അല്ലെ? ഇനി പെർഫറേറ്റഡ് കാഥോഡ് യൂസ് ചെയ്ത ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് എവിടെയാണ്? ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അവിടെയും നമ്മൾ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി. പിന്നെ നമ്മൾ പഠിച്ചു കാഥോഡ് റേസില് അതിന്റെ ഒരു ക്യാരക്ടറായിട്ട് എന്ത് പഠിച്ചു? പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണ്? ഏത് ഡിസ്ചാർജ് ഏത് ഗ്യാസ് എടുത്താലും ഏത് ഇലക്ട്രോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്താലും അല്ലെ? ഡിസ്ചാർജിന് ഏത് ഗ്യാസ് എടുത്താലും ഇലക്ട്രോഡായിട്ട് ഏത് മെറ്റൽ യൂസ് ചെയ്താലും കാഥോഡ് റേസ് പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരില്ല എന്ന് പഠിച്ചു. എന്നാൽ പ്രോട്ടോണിന്റെ കേസിൽ നമ്മൾ എന്ത് പഠിച്ചു? ഡിസ്ചാർജിൽ എടുക്കുന്ന ഗ്യാസ് അനുസരിച്ച് പറയുന്ന ആനോഡ് റേസിന് കനാൽ റേസിന്റെ സ്വഭാവത്തിന് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരും എന്ന് പഠിച്ചു അല്ലെ? എന്നിട്ട് നമ്മൾ പഠിച്ചു ഏറ്റവും ലൈറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് anode rays lightest and smallest
canal rays are obtained when the discharge tube is filled with hydrogen gas. അല്ലെ ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുമ്പോഴാണ് canal rays അല്ലെങ്കിൽ anode rays എങ്ങനത്തെ കിട്ടും? ലൈറ്റസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള canal rays അല്ലെങ്കിൽ anode rays കിട്ടുന്ന ഡിസ്ചാർജ് ഏത് ഗ്യാസ് നിറയ്ക്കുമ്പോഴാണ്? ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുമ്പോഴാണ് പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിച്ചതാണ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്ത് ആരാണ്? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു? സബറ്റോമിക് പാർട്ടിക്കിൾ അല്ലെ, സബറ്റോമിക് കണമാണ് പ്രോട്ടോൺ എന്ന് പഠിച്ചു. ഇനി അത് ഡിസ്കവർ ചെയ്ത് ആരാണ്? ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത ഗോൾഡ്സ്റ്റൈൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഏർണസ്റ്റ് റൂദർഫോർഡ് വാസ് ദ വൺ ഹു ഡിസ്കവർഡ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്ത ആരാണ്? ഏർണസ്റ്റ് റൂദർഫോർഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചു അല്ലെ. ആ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് സയന്റിസ്റ്റുകളുടെ ഡിസ്കവറീസ് ആണ് പഠിച്ചത്. ആദ്യം ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം ആണ് പഠിച്ചല്ലേ. ഇപ്പൊ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റത്തില് നമ്മൾ മനസ്സിലാക്കി ആ ഒരു മോഡൽ പ്രകാരം he was the who discovered electron അല്ലെ. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തതാണ് ജെ തോംസൺ. സോ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ he assumed that എന്താണ് അദ്ദേഹം പറഞ്ഞത്? നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് എംബഡഡ് ഇൻ പോസിറ്റീവ് ചാർജ് സ്ഫിയർ. ഒരു പോസിറ്റീവ് ചാർജ് സ്ഫിയറിൽ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് എംബഡഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഒരു ആറ്റം കാണുന്നത് അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞത്? what is next discovery? that is he also told that number of positive charge will be equal to the number of negative charge. That means in an atom the positive and negative charges are equal. ഒരു ആറ്റത്തില് പോസിറ്റീവ് നെഗറ്റീവ് കണങ്ങൾ എന്താണ്? നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജും തുല്യമായിരിക്കും. അപ്പോൾ ആറ്റം എന്താണ്? വൈദ്യുതപരമായി നിർവീര്യമായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അദ്ദേഹത്തിന് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തതിൽ പലതും റിസൾട്ട്സ് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആറ്റം മോഡൽ റിജക്ട് ചെയ്യുന്നു മനസ്സിലാക്കി. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് അല്ലെ. ഏർണസ്റ്റ് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് പഠിച്ചത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഹാൻസ് ഗീഗറും ഏർണസ്റ്റ് മാക്സിനും കൂടെ ചേർന്ന് കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസിൽ നിന്നും എന്തൊക്കെ കൺക്ലൂഷനിലാണ് എത്തിയത്? അദ്ദേഹത്തിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിൽ എത്തിയതാണ് ഈ പറഞ്ഞ എക്സ്പെരിമെന്റിലൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ മനസ്സിലായി മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. എന്തുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ പോയപ്പോഴത്തേക്കും ഗോൾഡ് ഫോയിൽ കൂടെ പോയപ്പോൾ അൺറിഫ്ലക്റ്റഡ് ആണ്? കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് അൺറിഫ്ലക്റ്റഡ് ആണ് കാരണമാണ് ബിക്കോസ് he says that most part of the atom was empty. ആറ്റത്തിന്റെ മുഖ്യ ഭാഗവും empty ആണ് അല്ലെങ്കിൽ എന്താണ്? ശൂന്യമാണ്. അതിനാലാണ് മിക്ക ആൽഫ പാർട്ടിക്കിൾസും ഡിഫ്ലക്ട് ചെയ്യാതെ അല്ലെങ്കിൽ വ്യതിചലിക്കാതെ പോയതെന്ന് മനസ്സിലാക്കി. രണ്ടാമത് മനസ്സിലാക്കിയത് എന്താണ്? ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്ട് ബൈ സ്മോൾ ആംഗിൾ. വൈ ഇസ് ഇറ്റ് സോ? ആൽഫ പാർട്ടിക്കിൾസ് ഒരു ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? അവിടെ റിപ്പൾഷൻ നടന്നു. എന്തുകൊണ്ടാണ്? ആൽഫ പാർട്ടിക്കിൾസ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് റീജിയനിൽ കൂടെ പാസ് ചെയ്ത് പോയ സമയത്ത് അവിടെ റിപ്പൾഷൻ നടന്നു. വ്യതിചലനം നടന്നു അല്ലെ, വികർഷണം നടന്നു. അപ്പം ആറ്റത്തിൽ കൂടെ ഏർണസ്റ്റ് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? അവിടെ majority of the alpha particles pass through the foil undeflected since most part of the atom was empty. നമ്മൾ മനസ്സിലാക്കി എന്താണ് ഏർണസ്റ്റ് റൂദർഫോർഡ് എക്സ്പെരിമെന്റിൽ മനസ്സിലാക്കിയത്? ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിൽ കൂടെ പാസ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം അൺഡിഫ്ലക്ട് ചെയ്ത് വ്യതിചലിക്കാതിരുന്നു. മിക്കവാറും ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ കൂടെ പാസ് ചെയ്ത മിക്കവാറും ആൽഫ പാർട്ടിക്കിൾസ് വ്യതിചലിച്ചില്ല. എന്തുകൊണ്ടാണ്? അതിന് മനസ്സിലാക്കിയത് മോസ്റ്റ് പാർട്ട് ഓഫ് ആറ്റം വാസ് എംപ്റ്റി. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കിയത് അല്ലെ. രണ്ടാമത് മനസ്സിലാക്കി സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. അതായത് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് വ്യതിചലിച്ചു. എന്തുകൊണ്ടാണ്? അവിടെ ഈ ആൽഫ പാർട്ടിക്കിൾസ് ഈ ആറ്റത്തിലെ തന്നെ പോസിറ്റീവ് ചാർജ് റീജിയനിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടായിരിക്കാം അവിടെ റിപ്പൾഷൻ സംഭവിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. അവിടെ വികർഷണം സംഭവിച്ചു. ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ കടന്നു പോയപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് റീജിയനിൽ എത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്തു? റിപ്പൾഷൻ സംഭവിച്ചു. റിപ്പൾഷൻ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് they got deflected by a small angle. മനസ്സിലായോ? അവിടെ വികർഷണം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് വ്യതിചലിച്ചു. മനസ്സിലായോ? അടുത്ത എന്താ മനസ്സിലാക്കിയത്? അപ്പൊ ആദ്യം പഠിച്ചത് ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. മോസ്റ്റ് പാർട്ട് ഓഫ് ആറ്റം വാസ് എംപ്റ്റി. രണ്ടാമത് പഠിച്ചതാണ് there is a positive charge region inside the atom. ആറ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് റീജിയൻ ആണെന്ന് മനസ്സിലാക്കി. മൂന്നാമത്തെ പോയിന്റ് എന്താ പഠിച്ചത്? the entire positive charge of atom is constantly very small volume at the center of the atom. അല്ലെ, ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് വളരെ ചെറിയ അളവില് ആറ്റത്തിന്റെ മുഴുവനും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജ് എവിടെ കാണപ്പെടുന്നു?
ആറ്റത്തിന്റെ സെന്ററില് വളരെ ചെറിയ വോളിയത്തിൽ കാണപ്പെടുന്നു മനസ്സിലാക്കി. ആ സെന്റർ വളരെ ചെറുതാണ് അല്ലെ. സെന്റർ ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വെരി സ്മോൾ ആണ്. The center is very small when we compare to the size of an atom. അതായത് ആറ്റത്തിന്റെ സെന്ററിൽ ഒരു പോസിറ്റീവ്ലി ചാർജ് സെന്റർ ഉണ്ട് ആറ്റത്തിന് അല്ലെ. എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആറ്റത്തിന്റെ സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ചെറിയ അളവിന് ആറ്റത്തിന്റെ സെന്ററിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ആ സെന്ററിന്റെ കാര്യം മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി മോസ്റ്റ് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ് ബാക്ക്. ആൽഫ പാർട്ടിക്കിൾസ് ഈ പറയുന്ന ഗോൾഡ് ഫീൽഡ് കൂടെ പാസ് ചെയ്ത സമയത്ത് ബൗൺസ് ബാക്ക് ചെയ്തത് അവിടെ പോയി തട്ടി തിരിച്ചു വന്ന ആൽഫ പാർട്ടിക്കിൾസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദോസ് ആൽഫ പാർട്ടിക്കിൾസ് വർ ഡയറക്റ്റഡ് ടു ദി സെന്റർ. ആ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം സെന്ററിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിന് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ പറയുകയും ചെയ്തു ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നതാണ് എൻറ്റയർ പോസിറ്റീവ് ചാർജ് കാണപ്പെടുന്ന റൂദർഫോർഡ് പഠിച്ചത് അല്ലെ. അപ്പൊ അതിന്റെ പ്രകാരം ആൽഫ പാർട്ടിക്കിൾസ് ഈ പറഞ്ഞ സെന്ററിൽ കൂടെ പാസ് ചെയ്തത് കൊണ്ടായിരിക്കാം എന്ത് സംഭവിച്ചത്? അവിടെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ചെയ്ത് വന്നത് അല്ലെ. ആൽഫ പാർട്ടിക്കിൾസ് സെന്ററിലെ പോസിറ്റീവ് ചാർജുള്ള റീജിയനിൽ ചെന്നപ്പോൾ ബൗൺസ് ചെയ്ത് ബാക്കിലേക്ക് വന്നു, അത് പുറകിലേക്ക് വന്നു. എന്തുകൊണ്ടാണ്? എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആറ്റം ഇസ് കോൺസെൻട്രേറ്റ് വിത്തിൻ ദി സെന്റർ. മനസ്സിലായി? ആ ഒരു കാരണം കൊണ്ടാണ്. ഇനി ആ സെന്ററിനെ എന്ത് പേരിട്ട് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു അല്ലെ. അപ്പൊ ഇത്രയുമാണ് ആ പറയുന്ന ഒബ്സർവേഷൻസും അതിന്റെ ഇൻഫറൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് എന്ന് മനസ്സിലാക്കി. അതിൽ നിന്ന് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ. ഹു ഡിസ്കവർഡ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? റൂദർഫോർഡ്. അക്കോർഡിംഗ് ടു ഹിം what is the atom model according to Rutherford atom model planetary model of atom അല്ലെങ്കിൽ സൗരയൂഥ മാതൃക എന്നറിയപ്പെട്ടു അല്ലെ. അതേ പ്രകാരം ആറ്റം as a center called nucleus. ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് അതിനെ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് ആസ് വി കമ്പയർ ടു സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് മനസ്സിലാക്കി. ഇനി പറഞ്ഞു എന്താണ്? ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അതുപോലെ ആറ്റത്തിന്റെ മാസ് അല്ലെ, ആറ്റത്തിന്റെ എൻറ്റയർ പോസിറ്റീവ് ചാർജും മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓഫ് ഓർബിറ്റ്സ്. അത് മാത്രമല്ല ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർക്കുലർ പാത്സിൽ അല്ലെങ്കിൽ ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നു അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നു കൂടി അദ്ദേഹം മനസ്സിലാക്കി തന്നു. ഇനി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. എന്താണ് ലിമിറ്റേഷൻസ്? അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്ത് സർക്കുലർ പാർട്സ് ഓർബിറ്റ്സ് അല്ലെ. ബട്ട് അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എ ചാർജ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ചാർജുള്ള ബോഡി എപ്പോഴും മോഷൻ ഇരിക്കുന്നിടത്തോളം അതിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അതിന് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ എനർജി എമിറ്റ് ചെയ്യുമ്പോൾ അവസാനം എനർജി മൊത്തം നഷ്ടപ്പെട്ട് അതെന്ത് ചെയ്യും? അത് സെന്ററിലേക്ക് വന്ന് കൊളാപ്സ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസ് റിവോൾവ് ചെയ്യുമ്പോൾ ചാർജ് ബോഡിയാണ് അല്ലെ. സോ ഇറ്റ് ഷുഡ് ഹാവ് എമിറ്റഡ് എനർജി. അത് എനർജി എമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എമിറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായും ഇറ്റ് ഷുഡ് കൊളാപ്സ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കൊളാപ്സ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആർക്കും കൊടുക്കാൻ സാധിച്ചില്ല? റൂദർഫോർഡിന് കൊടുക്കാൻ സാധിച്ചില്ല. സോ ദാറ്റ് വാസ് ഇറ്റ്സ് ലിമിറ്റേഷൻ. അപ്പൊ റൂദർഫോർഡ് ആറ്റം മോഡലിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ന്യൂട്രോൺ അല്ലെ. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂട്രോൺ വാസ് ഡിസ്കവർഡ് ബൈ ഹൂം? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത്. ഹി ഓൾസോ ഫൗണ്ട് ദാറ്റ് certain neutral particles are present in nucleus. ന്യൂക്ലിയസിൽ ചില ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് ന്യൂട്രോൺ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെ പറഞ്ഞു അതിന്റെ മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് ഈ പറയുന്ന ന്യൂട്രോണിന്റെ മാസ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. he named it as neutron since they are chargeless. അത് ചാർജ്ലെസ് ആയിട്ടുള്ള കണങ്ങളായിട്ടാണ് എന്ത് പേര് വിളിച്ചു? ന്യൂട്രോൺസ് എന്ന് വിളിച്ചു. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ന്യൂട്രോൺസ് ഡിസ്കവർഡ് ബൈ ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺസ് ആർ ചാർജ്ലെസ് പാർട്ടിക്കിൾസ്. പിന്നെ എന്ത് മനസ്സിലാക്കി? the same mass of that mass of a hydrogen atom. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് തുല്യമാണ് ന്യൂട്രോണിന്റെ മാസ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ പുതിയ ഒരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആറ്റം മോഡൽ, നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. അതുപോലെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെ. ആറ്റം മോഡൽ എന്തൊക്കെ പഠിച്ചു? ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക പഠിച്ചു. അതുപോലെ തന്നെ റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആറ്റം മോഡലാണ് നീൽസ് ബോർ ആറ്റം മോഡൽ അല്ലെ. എന്താണ് നീൽസ് ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്? ഡാനിഷ് സയന്റിസ്റ്റ് ആയ നീൽസ് ബോർ ആണ് ഈ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്ത്. അദ്ദേഹം 1913 ഇത്തരത്തിലൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ആറ്റം മോഡൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിന് കുറച്ച് പരിമിതികൾ, ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പറയുന്ന ചില കാര്യങ്ങൾക്കൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ട് അല്ലെങ്കിൽ സംതൃപ്തമായിട്ടൊരു മറുപടി തരാനായിട്ട് അല്ലെങ്കിൽ
റിസൾട്ട് തരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് അടുത്ത ഒരു സയന്റിസ്റ്റ് കൂടുതൽ ഗഹനമായിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പേരാണ് നീൽ ബോർ. അപ്പൊ നീൽ ബോർ 1913 ആണ് നീൽസ് ബോർ എന്ത് കണ്ടുപിടിച്ചത്? ആറ്റം മോഡൽ കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി ആറ്റം മോഡലിന്റെ നീൽസ് ബോർ ആറ്റം മോഡൽ പ്രധാനമാണ്. അതിന്റെ മെയിൻ കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, നമ്മൾ ഇവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്ന്, ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഓഫ് ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ച റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺസ് റിവോൾവ് ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ് അല്ലെ, സർക്കുലർ പാസിംഗ് ഓർബിറ്റ്സ് എന്ന് പഠിച്ചു. ഇവിടെ പറയുന്നത് ഫിക്സഡ് ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് പ്രദക്ഷിണം ചെയ്തത് നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് മനസ്സിലാക്കി. രണ്ടാമത് അദ്ദേഹം എന്ത് പറയുന്നു? ഇത് നീൽസ് ബോഹറിന്റെ ആറ്റം മോഡൽ ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ്, നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇവിടെ പറയുന്നത് ഈ ഫിക്സഡ് ഓർബിറ്റ്സ്, നിശ്ചിത ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. രണ്ടാമത് പഠിച്ചത് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. നോക്കൂ, ഓരോ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണും ഒരു നിശ്ചിത എനർജി ഉണ്ട്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. സോ ഓർബിറ്റ്സ് ആർ നോൺ ആസ് എനർജി ലെവൽസ്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓരോ ഓർബിറ്റും ഓരോ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിന് നിശ്ചിത എനർജി ഉണ്ട്. അതുകൊണ്ട് ആ ഓർബിറ്റ്സിനെ എന്ത് വിളിക്കുന്നു? എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. സോ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് ഡെഫിനിറ്റ് എനർജി. സോ ഓർബിറ്റ്സ് ആർ നോൺ ആസ് എനർജി ലെവൽസ്. കിട്ടിയോ? അടുത്ത എന്ത് പഠിക്കുന്നു? ആസ് ലോങ് ആസ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. അതായത് ഒരു ഇലക്ട്രോൺ എത്ര കാലം ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്ത് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും സമയം അതിന്റെ എനർജിക്ക് ചേഞ്ച് ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. സോ ആസ് ലോങ് ആസ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നിടത്തോളം their energy does not change. അപ്പൊ എനർജി മാറാത്തതുകൊണ്ട് ആ ഓർബിറ്റ്സിനെ എന്ത് വിളിക്കുന്നു? സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ ആറ്റം of an atom in fixed orbits. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഫിക്സഡ് ഓർബിറ്റുകൾ, നിശ്ചിത ഓർബിറ്റുകളിലാണ് പ്രദക്ഷിണം ചെയ്യുന്നത് മനസ്സിലാക്കി. രണ്ടാമത് എന്ത് പഠിച്ചു? ഓരോ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനും ഒരു നിശ്ചിത എനർജി ഉണ്ട്. ആ എനർജി ഉള്ളത് കൊണ്ട് ആ ഓർബിറ്റ്സിന് എന്ത് വിളിച്ചു? എനർജി ലെവൽസ് എന്ന് വിളിച്ചു. മനസ്സിലായോ? അടുത്തെന്ത് പഠിച്ചു? As long as electrons are revolving in a particular orbit, ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നിടത്തോളം കാലം their energy does not change. അവരുടെ എനർജിക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ ഓർബിറ്റ്സ് എന്ത് വിളിക്കുന്നു? സ്റ്റേഷനറി ഓർ എനർജി ലെവൽസ് എന്ന് വിളിച്ചു. എന്താണ് സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് മനസ്സിലാക്കി. ഇനി പറയേണ്ടത് എനർജി ഓഫ് ദി ഓർബിറ്റ് ഇൻക്രീസസ്. ഒരു ഓർബിറ്റിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും എപ്പോഴാണ്? ആസ് എ ഡിസ്റ്റൻസ് ന്യൂക്ലിയസ് ഇൻക്രീസ്. ആ ഓർബിറ്റിന്റെ ന്യൂക്ലിയസിന്റെ ദൂരം കൂടുന്നതനുസരിച്ച് ആ ഓർബിറ്റിന്റെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി ഓഫ് ഓർബിറ്റ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ്. അതായത് ഓർബിറ്റിന് ഓർബിറ്റിന്റെ ദൂരം, ന്യൂക്ലിയസിന്റെ ദൂരം കൂടുന്നതനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി എന്ത് ചെയ്യുന്നത്? കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്? Energy is emitted when the electrons shift from orbits of higher energy to orbits of lower energy. എനർജി ഇമിറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ഇലക്ട്രോൺസ് ഹയർ എനർജി ഓർബിറ്റ്സിൽ നിന്നും ലോവർ എനർജി ഓർബിറ്റ്സിലേക്ക് പോകുമ്പോൾ. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഓർബിറ്റ്സിലാണെന്ന് അല്ലേ, ഡെഫിനിറ്റ് ഓർബിറ്റ്സിലാണെന്ന് പറഞ്ഞു. ഈ ഓർബിറ്റ്സിന് ഉള്ള ഓരോ ഇലക്ട്രോൺസും എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓർബിറ്റ്സിനെ എന്ത് വിളിച്ചു? എനർജി ലെവൽസ് എന്ന് വിളിച്ചു. ഇനി പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ഓർബിറ്റിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് എനർജി ചേഞ്ച് ചെയ്യില്ല. സോ ഓർബിറ്റ്സ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞ എന്താണ്? നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ഓർബിറ്റിന്റെ എനർജി ഇൻക്രീസ് ചെയ്യപ്പെടാണ് when the distance of the orbit increases with the nucleus. അതായത് ന്യൂക്ലിയസ് എന്നുള്ള ഓർബിറ്റിന്റെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി കൂടുമെന്ന് വെച്ചു. എനർജി ഓഫ് ഓർബിറ്റ് ഇൻക്രീസസ് ആസ് എ ഡിസ്റ്റൻസ് ന്യൂക്ലിയസ് ഇൻക്രീസ്. ന്യൂക്ലിയസിന്റെ ദൂരം കൂടുന്നതനുസരിച്ച് അതായത് ഓർബിറ്റിന്റെ ന്യൂക്ലിയസിനുള്ള ദൂരം, ഓർബിറ്റ് ന്യൂക്ലിയസിന് എത്ര ദൂരം പോകുന്നു അത്രയും കൂടുതലായിരിക്കും അതിന്റെ എനർജി കൂടുന്നത്. മനസ്സിലായോ? ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു ഹൈ എനർജി ഓർബിറ്റിൽ നിന്ന് ലോ എനർജി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ, ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഹൈന്ന് ലോയിലോട്ട് പോകുമ്പോൾ എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. എന്താണ്? ഹൈന്ന് ലോയിലോട്ട് പോകുമ്പോൾ എനർജി എമിറ്റ് ചെയ്യും. എന്നാൽ തിരിച്ച് ലോയിന്ന് ഹൈയിലോട്ടാണ് പോകുന്നതെങ്കിൽ എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? ഹൈന്ന് ലോയിലോട്ട് പോകുമ്പോൾ അധികം എനർജി കൊടുക്കേണ്ടത്, അപ്പൊ എനർജി എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഹൈ എനർജി ലെവൽ ടു
ലോ എനർജി ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇനി ലോ എനർജി ലെവലിൽ നിന്ന് ഹൈ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നതാണ് എനർജി ഹൈന്ന് ലോയിലോട്ട് പോകുമ്പോൾ എമിറ്റ് ചെയ്യുന്നു, എന്നാൽ ലോയിന്ന് ഹൈയിലോട്ട് പോകുമ്പോൾ എനർജി അത് വാങ്ങിക്കുന്നു. അപ്പൊ എനർജി അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺസ് shift from orbits of lower energy to orbits of higher energy with the absorption of energy. മനസ്സിലായോ? എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് ലോ ഹൈ എനർജി ലെവലിൽ ഹൈ എനർജി ലെവലിലേക്ക് പോകുന്നത്. ഇനി ഓർബിറ്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു? നമ്പേഴ്സ് വെച്ച് 1 2 3 4 5 എന്ന നമ്പേഴ്സ് വെച്ചാണ് ഓർബിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? പോയിന്റ്സ് നോക്കേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ റിവൈസ് ചെയ്തു. മാത്രമല്ല നമ്മൾ ഇന്ന് ഒരു ആറ്റം മോഡൽ പുതിയതായിട്ട് മനസ്സിലാക്കിയതാണ് നീൽ ബോർസ് ആറ്റം മോഡൽ. നീൽ ബോർസ് ആറ്റം മോഡൽ ഡിസ്കവർ ചെയ്തത് 1913 പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡൽ. ഇനി അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ? അത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.